സുഹൃത്തുക്കളെ, ഇന്ന് ചില്ലറ പൊളിച്ചെടുക്കലുകളാവാം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഒന്നാമത്തത് അതായത് ഞങ്ങൾ സഖാക്കന്മാര് ഞങ്ങളൊക്കെ സഖാവാ. ഇതാണ് നമ്മുടെ മമ്മു കടേശ്ശേരിക്കാരനാണ്. അദ്ദേഹം അഞ്ചളത്താണ് ഓട്ടോറിക്ഷ ഓടിക്കുന്നത്. അദ്ദേഹമാണ് എന്റെ സഖാവ് എന്ന് പറഞ്ഞുകൊണ്ട് തവനൂരിലെ പാർട്ടി സഖാക്കളെല്ലാം കെ ടി ജലീലിനെതിരായാണ് എന്നുള്ള ഒരു പ്രചരണം UDF നടത്തുന്നുണ്ട്. അത് ഇദ്ദേഹമാണ് അത് പറഞ്ഞ ഒരാള്. നമുക്ക് മമ്മുവിനോട് നേരിട്ട് ചോദിക്കാം. മമ്മു ഒരു സഖാവാണോ? സഖാവല്ല, ഞാൻ സഖാവായി സഖാവല്ല. ഇപ്പൊ മമ്മു എന്ന് പറയുന്ന മനുഷ്യൻ ഒരു വീഡിയോയിൽ വരുന്നു, എന്നിട്ട് പറയുന്നു ഞാനൊരു സഖാവാണ്, കെ ടി ജലീൽ കുറ്റിപ്പുറത്ത് ജയിക്കില്ല, ഞങ്ങൾ സഖാക്കൾ തോൽപ്പിക്കും എന്നാണ് മമ്മു എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ പറഞ്ഞത്. ഇത് ഭയങ്കര കൊടുമ്പിരി കൊണ്ട പ്രചരണമാണ്. എനിക്കൊക്കെ പല സുഹൃത്തുക്കൾ അയച്ചു തന്നു, നോക്കടാ നിങ്ങളുടെ കെ ടി ജലീൽ തോൽക്കാൻ പോകുന്നടാ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊക്കെ അയച്ചു തന്നു. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി, ഇതെങ്ങനെയാടാ നടക്കുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ അന്വേഷിക്കാൻ ആളുകളുണ്ടല്ലോ, ആളെ തെരഞ്ഞു പിടിച്ച ആളെ മുമ്പിലേക്ക് എത്തി. അയാൾ പറയുന്നത് ഞാൻ പണ്ടത്തെ സഖാവായിരുന്നു. നമ്മുടെ 24 ചാനലിലെ ഒരു വാർത്താവതാരകൻ പറയുന്ന പോലെ ഞാൻ പഴയ SFI കാരനായിരുന്നു എന്ന് പറയുന്ന പോലെയാണ്. ഹാഷ്മി താജ് അങ്ങനെയാണല്ലോ പറയാറ്, ഞാൻ പഴയ SFI കാരനാ എന്ന് പറയുന്ന പോലെ ഞാൻ പഴയ CPM ആയിരുന്നു, കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു എന്നാണ് ഇപ്പൊ മമ്മൂന് പറയാനുള്ളത്. ഇനി ബാക്കി കേൾക്കണം. ഇപ്പൊ ലീഗ ഇങ്ങനെ പറയാൻ കാരണം അപ്പോഴത്തെ ഇതുണ്ടല്ലോ, ആ ഇതിൽ വന്ന് പോയത്. അത് ഞാൻ ഈ ചാനലിനോട് സംസാരിക്കുകയാണെങ്കിൽ നമ്മളെ അസതി പ്രദീപിനെ വലിച്ചിട്ട് ഉണ്ടായി കാണുന്നുണ്ടല്ലോ, അപ്പോഴാണ് ഇതാക്കിയത് പറയുന്നത്. ഞാൻ ചാനലിൽ അതിന്റെ മുന്നേ ചാനൽ വന്നപ്പോ ബാബുവിനോട് അസത്തിനോട് പറഞ്ഞാൽ വിമാനത്തിനാണ് മാറിയാണ്. അപ്പൊ ഒരിക്കലും സഖാവല്ല, ഞാൻ സഖാവല്ല, എന്റെ ഫാമിലി സഖാവാണ്, എന്റെ മോൻ സഖാവ്. ഇതാണ് ഇപ്പൊ ഇതാണ് അവര് UDF വലിയ പ്രചരണം നടത്തുന്നത്. മമ്മൂനെ അതിന് വലിയ പ്രശ്നം ഇപ്പോഴും തന്നെ ഈ പ്രചരണം നടത്തിയത് അറിയാതെ ബസ് പോയത്. ആ ഒരു പഴയ സഖാവിന്റെ ആ ഒരു സ്പീറ്റ് വന്നത് അതല്ലാതെ ഒന്നുമില്ല. ഞാന് ഇപ്പൊ മമ്മൂ ഈ പാർട്ടിയുമായിട്ട് പുലബന്ധമില്ല. മമ്മു കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു, എനിക്കൊരു ബന്ധവുമില്ല, അതുമായിട്ടൊരു ബന്ധവുമില്ല. പിന്നെ ഇനിയിപ്പോ അയാൾ പറയുന്ന അയാൾക്ക് അതിൽ വളരെയധികം വിഷമമുണ്ടെന്നാണ്. കാരണം അത് ഇങ്ങനെ പ്രചരിപ്പിക്കപ്പെടുമെന്ന് ആ പാവം ചെങ്ങാതി മനസ്സിലാക്കിയില്ല എന്നതാണ്. ഇനി നമ്മുടെ ശോഭാ സുരേന്ദ്രന്റെ വാക്കുകൾ. ചർച്ച ചെയ്ത ഒരു പീഡന കേസുമായി ബന്ധപ്പെട്ട് നടന്ന അറസ്റ്റിനെ തുടർന്ന് മാധ്യമ പ്രവർത്തകർ ചോദിച്ച ഒരു ചോദ്യത്തിന് UDFന്റെ സ്ഥാനാർത്ഥി പറഞ്ഞ മറുപടി എന്തായിരുന്നു? UDFന്റെ സ്ഥാനാർത്ഥി പറഞ്ഞത് ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ് ബലാത്സംഗം എന്നാണ്. അതിനർത്ഥം ഒരു വ്യക്തിക്ക് സൗകര്യം പോലെ തോന്നുന്നത് പോലെ അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു പെൺകുട്ടിയെ എവിടെ വെച്ചും പീഡിപ്പിക്കാം, എവിടെ വെച്ചും ബലാത്സംഗം ചെയ്യാം. ഇത്ര ശോഭ ചേച്ചിയുടെ തീക്ഷ്ണമായ വാക്കുകളാണ്. ഈ ശോഭ ചേച്ചിയോട് എനിക്ക് ചോദിക്കാനുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ശോഭ ചേച്ചിയുടെ പാർട്ടി ഭരിക്കുന്ന ഒരു നാട്ടിൽ കഴിഞ്ഞ ദിവസമാണ് അതിഭീകരമായ രീതിയിൽ ഒരു സംഗതി നമ്മൾ കണ്ടത്. ഒരു പെൺകുട്ടിയെ, സ്ത്രീയെ, അവിടുത്തെ കുറച്ച് ചെറുപ്പക്കാര് പട്ടാപ്പകൽ ബലാത്സംഗം ചെയ്യുന്ന വീഡിയോ നമ്മൾ കണ്ടേ. ചേച്ചിക്ക് അതിനെ പറ്റിയിട്ട് വല്ല മുഴുവാനുണ്ടോ അറിയില്ല, ഉണ്ടാവില്ല, മിണ്ടില്ല. കാരണം അവർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നാടാണ്. നിങ്ങൾ നോക്കിക്കോളൂ, ആ ആളുകളെല്ലാം ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ പൂവിട്ട് പൂജിച്ച് സ്വീകരിക്കും അവിടുത്തെ ആളുകൾ. അത്രയ്ക്കധികം വിദ്യാഭ്യാസമില്ലാത്തൊരു ടീമാണ്. ഇനി അവിടെ കിടക്കട്ടെ, കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ശോഭ ചേച്ചിയുടെ ഒരു രാഷ്ട്രീയ പ്രവർത്തന ഒരു ഓഡിയോ പുറത്തു വന്നിരുന്നു. ഒന്ന് കേൾക്കണേ. ഇടപെടണ്ട എന്ന് പറഞ്ഞിട്ട് പോന്നിട്ടില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടല്ലേ? നിങ്ങൾ ഒന്നും പോയി പറയണ്ടെന്ന് ഇയാൾക്ക് ഇടപെട്ടിട്ട് ഇത്രയല്ലേ ഉണ്ടായുള്ളൂ. അയാളോട് ഒന്നും സംസാരിക്കാൻ പോണ്ട, വേറെക്ക് അറിയണ്ട. വേറെ വീട്ടിൽ പോകുന്നു, നിങ്ങൾ പരാതി ഡ്രാഫ്റ്റ് ചെയ്യുന്നു, കൊടുക്കുന്നു, പിറ്റേ ദിവസം ഭാഷ വിളിക്കുന്നു, ശ്രീശനെ വിളിക്കുന്നു, അതെല്ലാം അവിടുന്ന് നടക്കും. പക്ഷെ ഇതിൽ നമ്മുടെ പ്രശ്നം അത്രേ ഉള്ളൂ, മാഷയുടെ കയ്യില് ഇപ്പൊ വന്നിട്ടുള്ള കുറച്ച് പൈസ ഉണ്ട്. ആ പൈസ ദാസേട്ടൻ എത്രയും പെട്ടെന്ന് മേടിച്ചാൽ എനിക്ക് അതിന് കുറച്ച് പൈസ എടുക്കാനാണ്, അവരുടെ പുണ്യപ്രവൃത്തി ചെയ്യാനല്ല. എനിക്ക് അതിന് ഒരു 25 ലക്ഷം റുപ്യ എനിക്ക് കിട്ടിയാൽ എനിക്കിപ്പോ ഒരാളെ കൊണ്ട് വിളിച്ചു നോക്കിയിട്ട് എനിക്കൊരു വലിയ പോസ്റ്റ് വരുന്നുണ്ട്, അത് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. BJP എന്തൊരു വലിയ പോസ്റ്റ് വരുന്നുണ്ട്, അത് പിടിക്കാൻ വേണ്ടി 25 ലക്ഷം രൂപ വേണം. BJP തന്നെ എന്താ പറയുക, നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നേതാവാണ് ഈ പറയുന്നത്. BJP തന്നെയുള്ള ഒരു പോസ്റ്റ് കിട്ടാൻ
25 ലക്ഷം രൂപ കൊടുക്കണം. ആർക്കണാവോ? പണമാണ് ഇതിനൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് ശോഭ ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി സംഗതി അവിടെ കെടുക്കുമ്പോഴാണ് എൻ്റെ മുമ്പിലേക്ക് വേറൊരു വീഡിയോ വന്നത്. സങ്കടകരമായ വീഡിയോ ആണ്. ഒരു മനുഷ്യനെ, ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകനെ, അയാളുടെ ഫോട്ടോയും അയാളുടെ കുടുംബത്തിന്റെ ഫോട്ടോയും വെച്ചുകൊണ്ട് അയാൾക്ക് വേണ്ടി പൈസ പിരിച്ച് ആ പൈസ മുഴുവൻ മുക്കിയ കോൺഗ്രസ്സുകാരെ കുറിച്ച് ഒരു മനുഷ്യൻ പറയുന്ന കേൾക്ക്. ഇത് ആലപ്പുഴ ആര്യാട്ടെ കുഞ്ഞുമോൻ ചേട്ടൻ. 10ാം വയസ്സിൽ കോൺഗ്രസിനായി പോസ്റ്റർ ഒട്ടിച്ച് പാർട്ടി പ്രവർത്തനം ആരംഭിച്ച ഒരു നിർത്തന്. 2 മക്കളും ഭാര്യയും അടങ്ങിയ ഈ പാവത്തിനോട് കോൺഗ്രസുകാർ കൂടെ മേടിച്ച് കൊണ്ടുപോയി നോട്ടീസ് അടിച്ച് കൊണ്ടാടുന്ന കാശ് ഇഷ്ടംപോലെ മേടിച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ഒക്ടോബർ 31 രൂപർ കൂടി പരിപാടി നടത്തി ഞാൻ ഈ ഗുരുവിച്ച് വിളക്കുന്നതിരുന്നപ്പോഴാണ് എന്നെ വിളിക്കുന്നത്. എന്നെ പോലെ ആ ആധാരം ഈ സൂര്യനെ കൊണ്ട് എന്റെ കയ്യിൽ തരിച്ച് ഞാൻ ഇങ്ങനെ പിടിച്ച് സ്റ്റേജിൽ വെച്ച് തന്നെ അവൻ വലിച്ചു കൊടുത്തിട്ട് പോയി ജയപ്പൻ. അത് തുറന്നു നോക്കിയത് പോലും ഇല്ല ഞാൻ. പിന്നെയാണ് അറിയണത് ഈ ജയപ്പന്റെ പേരിൽ തന്നെയാണ് ആ സ്ഥലമെന്ന്. ഇവര് പറയാനല്ല കള്ളത്തിലും ആധാരം. ജയപ്പൻ എന്ന് പറയുന്ന നാട്ടിലൊരാള് ഇയാൾക്ക് ഭൂമി കൊടുക്കാനെന്ന് പറഞ്ഞിട്ട് നാട്ടിൽ മുഴുവൻ പിരിക്കുന്നു, ഭൂമി വഹിക്കുന്നു. അവിടുത്തെ ഒരു ലോക്കൽ നേതാവായിട്ടുള്ള ജയപ്പന്റെ പേരിൽ ആ ഭൂമി രജിസ്റ്റർ ചെയ്യുന്നു. ഇയാൾക്കാണ് കൊടുക്കുന്ന പറഞ്ഞിട്ടൊരു വലിയ ഫംഗ്ഷൻ വയ്ക്കുന്നു. ഇയാളുടെ കയ്യിലേക്ക് ആ ഒരു ആധാരം കൊടുക്കുന്നു. പരിപാടി കഴിയുന്നതിന് മുമ്പ് തന്നെ ആധാരം ജയപ്പൻ വാങ്ങിച്ച് സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി വെക്കുന്നു. ഇയാൾ പാവം വാടകയ്ക്ക് താമസിച്ചിരുന്ന ആ വീട്ടിൽ നടക്കം വാടകക്കാർ ഇയാൾ ഒഴിപ്പിച്ചു. കാരണം ആ വാടക അടക്കം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ്. ഇവർക്ക് അധികാരമില്ലാത്ത കാലഘട്ടത്തിലാണ് അത്ര ഇവരിത് ചെയ്തത്. ഈ ഒരു വീഡിയോ ഒക്കെ കണ്ട് നമുക്ക് മനസ്സിലാവുന്ന, ഇവർക്ക് അധികാരമില്ലാത്ത കാലത്ത് ഇവർ ഇങ്ങനെയാണ് സ്വന്തം പാർട്ടിക്കാരെ തന്നെ ഇവരൊക്കെ ഭരിച്ചിരുന്നെങ്കിൽ കേരളമെങ്ങാ ഇവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ മൊത്തം തീരെഴുതി കൊടുക്കില്ല എന്ന് എന്താണ് എൻ്റെ സുഹൃത്തുക്കൾക്ക് ഉറപ്പുള്ളത്? നമുക്ക് മാന്യമര്യാദയ്ക്കൊക്കെ ജീവിക്കണ്ടേ? അപ്പോൾ ബൈ.